ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇതിക്കുമ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടവർക്ക് ഏകദേശ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ഹണി ട്രാപ്പ് ആണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എയിമിങ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് എൻ്റെ ഗാലറിയിൽ നിന്ന് 13-ാം തീയതി എൻ്റെ ഫോട്ടോസും അതേപോലെ യൂട്യൂബ് വീഡിയോസ് എല്ലാം നഷ്ടമായിട്ടുണ്ട്. ഞാൻ കസ്റ്റമർക്കാരനെയൊക്കെ വിളിച്ച് സംസാരിച്ചു. പക്ഷെ അവരൊക്കെ പറയുന്നത് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒന്നും നഷ്ടമായിട്ടില്ല എന്നാണ്. പക്ഷെ രാത്രിക്ക് എന്നെ ഒരു ഹിന്ദിക്കാരൻ കോണ്ടാക്ട് ചെയ്തിട്ട് പറയുന്നത് എൻ്റെ നാഗ്ഡായിട്ടുള്ള ഫോട്ടോസൊക്കെ എൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചു. എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് പൈസയാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസയില്ല. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിലുള്ളവർക്ക് അറിയാം, ഞാൻ 5-6 വർഷമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. പക്ഷേ ഏണിങ്സ് ഒന്നും എനിക്ക് ആയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇവരെന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്നും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് 6000 രൂപ ആദ്യം ചോദിച്ചു. ഒരു ബോയ് ആണ് ആദ്യം വിളിച്ചത്. പിന്നെ ഞാൻ ആ കോള് സംസാരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ലേഡി എന്നെ കോണ്ടാക്ട് ചെയ്തു. അവരും കൂടുതൽ എമൗണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസയില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം എന്നെ കോണ്ടാക്ട് ചെയ്ത് ആരാന്നറിയോ? ഒരു ലേഡിയാണ്. ആ ലേഡി വീഡിയോ കോളാണ് ചെയ്തത്. വീഡിയോ കോൾ ചെയ്തിട്ട് കുറച്ചു നേരമൊക്കെ നന്നായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ ഫ്രണ്ടിലത്തെ ക്യാമറ ഇങ്ങനെ പൊത്തി പിടിച്ചു കേട്ടോ. പൊത്തി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആ പെണ്ണിൻ്റെ ഡ്രസ്സ് റിമൂവ്, അപ്പം ഞാൻ ഇന്ന് ഡ്രസ്സ് റിമൂവ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ആ കോള് കട്ട് ചെയ്തിട്ട് 14-ാം തീയതി ഇവർ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഇവർ 14-ാം തീയതി കോണ്ടാക്ട് ചെയ്ത് എന്തിനാണെന്നറിയോ? എൻ്റെ ഫാമിലി ഫോട്ടോസ്, പിന്നെ ഞാൻ വിളിക്കുന്ന ആൾക്കാർ, അതായത് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും വിളിക്കുന്നവരുടെ കോണ്ടാക്ട് മാത്രം ഇവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് സെലക്ട് ചെയ്ത് അയച്ചു തന്നിരിക്കുകയാണ്. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഹിന്ദിക്കാരാണ് മൊത്തം. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയട്ടെ, ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. പിന്നെ എവിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോസ് ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഏണിങ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇത് റീച്ചും ഇല്ല. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് റീച്ച് ഇല്ലാത്തത് എന്നോട് ചോദിക്കരുത്. താല്പര്യമുള്ളവർ മാത്രമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആകെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ നിങ്ങൾ കാണുന്നവർക്ക് ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഹണി ട്രാപ്പ് ആണോ അല്ലെങ്കിൽ ഇവരുടെ ഉദ്ദേശം വേറെന്താണെന്ന് ഒന്നും എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. എന്താ പറയുക,